കോൺഗ്രസ് നേതാവ് പനക്കൽ രാജന്റെ 72ാം ജന്മദിനം ആഘോഷിച്ചു. 39ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. AJ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം മുനിസിപ്പൽ 39ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് പനക്കൽ രാജന്റെ 72ാം ജന്മദിനം ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ പനക്കൽ രാജനെ പോലെയുള്ള പാർട്ടി പ്രവർത്തകരെ സംഘടനാപരമായി അവരെ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പുതിയൊരു തീരുമാനങ്ങളുടെ ഭാഗമാണ്. എല്ലാ മേഖലകളിലും ഇത്തരം പാർട്ടി പ്രവർത്തകരെ അംഗീകരിക്കുന്ന സംഘടനാ പ്രവർത്തന രീതി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. കാരണം താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കായംകുളത്ത് നിന്ന് നമുക്ക് ജനപ്രതിനിധികൾ ഉണ്ടാവണം എന്നുള്ള കഠിനമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നടന്ന പാർട്ടി എക്സിക്യൂട്ടീവ്സ് KPCCയുടെ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം താഴെത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള യോഗം ചേരുകയും അവിടെയെല്ലാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭയും പഞ്ചായത്തുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊണ്ടുവരുന്നതിന് വേണ്ടിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കാലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ കായംകുളം നിയമസഭാ സീറ്റ് ഒരു സാമാജികൻ കോൺഗ്രസിന്റെ ഒരു MLA ഒരു ജനപ്രതിനിധി നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം നമ്മൾ നടത്തും. DCC ജനറൽ സെക്രട്ടറി AP ഷാജഹാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, DCC മെമ്പർമാരായ R ഭദ്രൻ, പനക്കൽ ദേവരാജൻ, നസീമ ഷംസുദ്ദീൻ, ഷെഫി വാലയത്ത്, P രാജേന്ദ്രക്കുറുപ്പ്, സന്തോഷ് വെളുത്തിടത്ത്, സുഭാഷ് കാവിനത്ത്, ഷാജി വൈക്കത്ത്, രാജൻ തേഞ്ചേരിൽ, സുധാ സുധാകരൻ, പുഷ്പമണി, ഇഞ്ചക്കൽ നിജു, ബാബു തുണ്ടിൽ, അനീസ്, ബഷീർ, അഫ്സൽ, സജിമോൻ എന്നിവർ സംസാരിച്ചു. പാർട്ടിയിൽ ഒരുപാട് പ്രവർത്തകരുണ്ടെങ്കിലും ആത്മാർത്ഥമായി ജന്മം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനെ മറ്റ് ചില പാർട്ടിക്കാർ വന്ന് ആ പാർട്ടിയിൽ ചേരണമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായതായിട്ട് എനിക്കറിയാം. അന്നേരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മരണം വരെ അതിൽ നിൽക്കുമെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളാണ് ശ്രീ രാജൻ ചേട്ടൻ. എനിക്ക് ആ കാര്യത്തിൽ വളരെ അഭിമാനം തോന്നി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. നമുക്കറിയാം, ഈ കയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അപൂർവം ചില കോൺഗ്രസ് പ്രവർത്തകർ മുന്നിൽ നിൽക്കുന്നവരാണ് ഈ രാജൻ ചേട്ടൻ. ഞങ്ങൾ പലപ്പോഴും, ഞാനും അത്ഭുതപ്പോടെ ഏകദേശം ഞങ്ങളെല്ലാം ചോദിക്കാറുണ്ട്, പുള്ളിക്ക് അധ്വാനത്തിൻ്റെ കാശ് പാർട്ടിക്ക് വേണ്ടി ചെലവാക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു മുഖമുദ്രയാണ്. അത് അദ്ദേഹം തെളിയിച്ച കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ബൂത്തുകളിൽ എന്തെങ്കിലും പ്രവർത്തകർക്ക് അതിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൊടുത്താൽ അത് സ്വന്തം പോക്കറ്റിൽ വെക്കാതെ അവരോടൊപ്പം നിന്ന് തൻ്റെ കയ്യിൽ നിന്നുകൂടി തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ആ പ്രവർത്തന രംഗത്തേക്ക് വിനിയോഗിക്കുന്ന അപൂർവം ചില വ്യക്തിത്വങ്ങളുള്ളവരാണ്. ആ ആളിനെ നമ്മളെ സംബന്ധിച്ച് 72 വയസ്സ് അദ്ദേഹത്തിനായി എന്ന് ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. കാരണം 72ൻ്റെ ഒരു ഊർജ്ജസ്വലതയല്ല അദ്ദേഹത്തിന്. ഒക്കെ ഓർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പാർട്ടി പ്രവർത്തനമുള്ളത് താഴെത്തട്ടിലാണ് എന്നുള്ളത് രായൻ ചേട്ടനെ പോലെയുള്ളവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പാർട്ടിയോട് ഇത്രയും അധികം ആത്മാർത്ഥത കാണിക്കുന്നവരിൽ പലപ്പോഴും എനിക്ക് തന്നെ വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയാണെങ്കിലും KSUവിൻ്റെ ഒരു പരിപാടിയാണെങ്കിലും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ ആ പരിപാടി തുടങ്ങുന്ന സമയത്ത് അവിടെ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ വന്നിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ പരിപാടി എപ്പോൾ തുടങ്ങുമെന്ന് ചോദിക്കും. അതല്ല, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും മറ്റാരെത്തുന്നതിന് മുൻപേയും അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും അധികം പാർട്ടിയോട് ആത്മാർത്ഥമായ സ്നേഹം. ആ സ്നേഹം കേവലം വാക്കുകളിലല്ല, ആ വാർഡിലെ ആണെങ്കിലും നമ്മുടെ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു എനർജി തന്നെയാണ്. ആ ചോര ഇങ്ങനെ തിളയ്ക്കുമെന്ന് നമ്മൾ പാട്ടുകളിൽ കേൾക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കായംകുളത്തെ പ്രിയപ്പെട്ട രാജൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം പനക്കൽ രാജൻ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.